സുധാകരന് സീറ്റുണ്ടാകുമോ എന്നുള്ളതായിരുന്നു. റോഷി, ഏറ്റവും നിർണായകമായ വിവരം വരുന്നു ഇപ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന്. സുധാകരന് സീറ്റ് ലഭിക്കാനിടയില്ല എന്നുള്ള വിവരമാണ് വരുന്നത്. ഒപ്പം മറ്റ് MP-മാർക്കും ഇക്കുറി മത്സരിക്കാനുള്ള സീറ്റ്, അടൂർ പ്രകാശിനടക്കം ഇക്കുറി മത്സരത്തിനുള്ള സാധ്യത മങ്ങുന്നു എന്നാണോ ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? റോഷി, എന്തെങ്കിലും മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ ഇനി? റോഷി പാൽ. അരുൺകുമാർ, കെ സുധാകരൻ ഉൾപ്പെടെ 3 MP-മാരാണ് അവസാന നിമിഷവും മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചത്. അത് MK രാഘവനും അടൂർ പ്രകാശുമാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ 3 MP-മാർക്കും കേരളത്തിലെ 1 MP-മാർക്കും ഇളവ് നൽകേണ്ടതില്ല, മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പോകുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കെ സുധാകരൻ സ്വീകരിക്കുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കും എന്ന കടുത്ത തീരുമാനമാണ്. ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിക്കുമെന്ന ആത്മവിശ്വാസം കെ സുധാകരനുണ്ട്. സമ്മർദ്ദം ശക്തമാക്കുകയാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള MP-മാർ. പക്ഷേ നിലവിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം MP-മാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. കാരണം കെ സുധാകരൻ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കണ്ണൂരിൽ മാത്രമല്ല തൊട്ടടുത്ത ജില്ലകളിലടക്കം അത് പ്രതികൂലമായി പ്രതിഫലിക്കും എന്ന ഒരാശങ്ക KPC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ പോലും കെ സുധാകരന് ഇളവ് നൽകിയാൽ മറ്റ് MP-മാർ കൂടി അവകാശവാദവുമായി രംഗത്ത് വരും. MK രാഘവനായാലും അടൂർ പ്രകാശായാലും അവർക്കൊക്കെ അവസരം നൽകേണ്ടി വരും. അതിൽ അടൂർ പ്രകാശ് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ സീറ്റ് പിന്നീട് നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അങ്ങനെ ഈ MP-മാരൊക്കെ നിയമസഭയിലേക്ക് മത്സരിച്ച് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എങ്ങനെയായിരിക്കും സാഹചര്യമെന്ന് പ്രവചിക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അതുകൊണ്ട് തന്നെ MP-മാർക്ക് മത്സരിക്കാൻ അനുമതി നൽകേണ്ടതില്ല. അതേസമയം കെ സുധാകരൻ ഉൾപ്പെടെയുള്ള MP-മാർ പറയുന്നത് അസമിൽ MP-മാർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അസമിൽ MP-മാർ മത്സരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ MP-മാർക്ക് മത്സരിക്കാൻ അനുമതി നൽകിക്കൂടാ എന്ന ചോദ്യമാണ് ഹൈക്കമാൻഡ് മുന്നിലേക്ക് ഉയർത്തുന്നത്.